ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീൻ വന്ന് നന്ദുവിനോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. പിന്നെ അനിയോട് താൻ നേരത്തെ ഇത് പറഞ്ഞിരുന്നെന്നും എന്തുകൊണ്ടോ അവനത് തന്നോട് പറയാൻ കൂട്ടാക്കിയില്ല എന്നുള്ള കാര്യവും നവീൻ നന്ദുവിനോട് പറയാട്ടോ. ഞാൻ അതിന് പ്രഷർ ചെയ്യുമ്പോഴെല്ലാം അവൻ അതിന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നവീൻ ഇങ്ങനെ നന്ദുവിനോട് പറയാം. ഇനിയിപ്പോൾ ഇതിനൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി, അതുകൊണ്ടാണ് മനസ്സിൽ തോന്നി ഇഷ്ടം ഞാൻ നേരിട്ട് വന്ന് പറയാമെന്ന് വെച്ചതെന്ന കാര്യവും പറയാം. നന്ദു ആകെ ധർമ്മസങ്കടത്തിലായിട്ട് അവിടെ ഇരിക്കുവാണ്. അപ്പം നന്ദുവിൻ്റെ വീട്ടുകാർക്കും കൂടി താല്പര്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർ നേരിട്ട് വരും. പിന്നെ നിശ്ചയമൊന്നും വേണമെന്ന് താല്പര്യമില്ല, ചിങ്ങമാസത്തിൽ ആ ചടങ്ങ് നടത്താമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ നന്ദു ആകെ വല്ലാണ്ടായി. നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതേ. പിന്നെ ശരിയെന്നാന്നും പറഞ്ഞ് നമ്മുടെ നവീൻ അവിടെ എഴുന്നേറ്റ് പോയി. നന്ദു ഇങ്ങനെ ശ്വാസം മുട്ടി അവിടെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആകെ തല പുകഞ്ഞിരിക്കുകയാണ് അവിടെ നന്ദു. ഈ സമയത്ത് നവീൻ നേരെ പോകുന്നത് നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ വക്കീലിനെ കണ്ടപ്പോഴത്തേക്കും കനക അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്. നമ്മുടെ വക്കീൽ വരുന്നുണ്ടെന്ന് ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറഞ്ഞു. ആരാ ഇത് മോനെ, വാ ഇരിക്കുന്നും പറഞ്ഞ് കനക ഭയങ്കര ഇത്. ഈ സമയത്ത് നവീനാണെങ്കിൽ ഇവരുടെ അരികിൽ വന്നിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാനാ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അന്ന് സംഭവിച്ചതെന്നൊക്കെ ഗോവിന്ദേട്ടൻ ഇരുന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ നന്ദുവിനെ ഞങ്ങൾ ഒരുപാട് വിമർശിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പം അതിനെന്തിനാ നന്ദുവിനെ കുറ്റപ്പെടുത്തുന്നത്? നന്ദുവിൻ്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തതെന്ന് നവീൻ അന്നേരം ചോദിച്ചു. പിന്നെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് ആക്ഷൻ എടുത്തല്ലേ പറ്റുള്ളൂ. അത് മാത്രമല്ല അവൾ ചെയ്തുള്ളൂ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എന്നാലും ചടങ്ങ് കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് കനക. ആൻറ്റി എന്തൊക്കെയാണ് പറയുന്നത്? ഞാനൊരു വക്കീലായതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ റിസ്ക് എത്രത്തോളമാണെന്ന്. നിശ്ചയം നടന്നിരുന്നെങ്കിൽ വീണ്ടും എനിക്കും വീട്ടുകാർക്കും കോടതി കയറേണ്ടതായിട്ട് വന്നേനെ. അതറിയാമോ? ഡിവോഴ്സ് കിട്ടുന്നതിന് മുൻപ് ഒരു കാരണവശാലും എൻഗേജ്മെൻറ്റ് നടത്താനായിട്ട് പാടില്ല എന്ന കാര്യവും പറഞ്ഞ് പിന്നെ ഈ വേണുവും മോളും കൂടി ഇടയ്ക്ക് എന്നെ ഒന്നൊന്ന് കണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞതാ, നിശ്ചയം മുടക്കാൻ നോക്കണ്ട, അത് നടന്നു കഴിഞ്ഞാൽ മൂർത്തി സാർ എന്തെങ്കിലും കോമ്പൻസേഷൻ തരുമെന്നുള്ളത്. എന്തായാലും ഡിവോഴ്സ് കിട്ടുമല്ലോ മോനെ, അതൊരു നല്ല കാര്യമല്ലേ എന്ന് ഗോവിന്ദേട്ടൻ അന്നേരം അവിടെ ഇരുന്ന് പറഞ്ഞു. അനന്തപുരി തറവാടുമായിട്ട് ഒരിക്കലും ബന്ധം കൂടാൻ പാടില്ലാത്ത ആൾക്കാരാണ് അവരൊക്കെ എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ മോളൊരുത്തി അവിടെയുണ്ട്, നവ്യ. അവൾ പോലും ആ വീടിന് പറ്റിയ മരുമകളെ അല്ല എന്നൊക്കെ ഗോവിന്ദേട്ടൻ പറയുകയും ചെയ്തു. അതെ മോനെ, പിന്നെ അവളുടെ കുറവുകൾ കൂടി നികത്തുന്നത് നയനമോളാണെന്ന് പറയുമ്പോൾ മോനെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ടേ, ഞാനേ രണ്ടാളോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മോനെ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറൊന്നും അല്ല, ഒരു കല്യാണാലോചനയാണെന്ന് നവീൻ ഇങ്ങനെ പറയാം. ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അവസാനം അമ്മ കീഴടങ്ങിയോ എന്ന് ചോദിച്ചപ്പം മോന് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചോളാൻ അമ്മ പറഞ്ഞോ? അച്ഛൻ ഉടനെ ഗൾഫിൽ നിന്ന് വരും, തിരിച്ചു പോകുന്നതിന് മുൻപ് എൻ്റെ കല്യാണം നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ പിന്നെ പിടിച്ച പിടിയാല കാര്യങ്ങളങ്ങ് നടത്തിക്കോളാൻ പറഞ്ഞു ഗോവിന്ദേട്ടൻ. അപ്പം അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതിന് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ സമ്മതം കൂടി കിട്ടണമെന്ന് പറഞ്ഞു. ഓ അങ്ങനെ, അപ്പം പെണ്ണിൻ്റെ വീട്ടുകാർ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു. അപ്പോൾ ഇല്ല, അറിഞ്ഞിട്ടില്ല. പിന്നെ അറിയിക്കാനാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. അപ്പോൾ ഏതാ മോനെ പെണ്ണ് എന്ന് കനക ചോദിച്ചു കേട്ടോ. അത് പിന്നെ അത് ഞാൻ ഈ വീട്ടിലെ കുട്ടി തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക. അപ്പോൾ കനക ഇങ്ങനെ ഗോവിന്ദേട്ടൻ്റെ നേരെ നോക്കുന്നു. ഈ വീട്ടിലെ കുട്ടിയോ എന്നുള്ള രീതിയിൽ. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് അങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കനക തലയായിട്ട് നിൽക്കുന്നു. ഞാനൊരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് മറ്റാരുമല്ല, നന്ദുവിനെയാണെന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ കനക അന്തം വിട്ടിങ്ങനെ നോക്കുന്നു. ഗോവിന്ദേട്ടൻ ഇങ്ങനെ നേരം എന്നും പറഞ്ഞ് നിൽക്കുന്നു. ഈശ്വര എന്നും പറഞ്ഞു. അല്ല, ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ മോനെ എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ നന്ദുവിൻ്റെ പേര് ഞാൻ ഇതുവരെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഇവിടെ വന്ന നിങ്ങൾക്കൊക്കെ ഈ ഭേദത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അതറിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് നവീൻ ഇങ്ങനെ പറയുക. അപ്പോൾ ഞങ്ങൾക്ക് താല്പര്യമാണ് മോനെ എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് നവീൻ ഒന്ന് ശ്വാസം നേരെ വീണത്. പക്ഷെ മോൻ്റെ അമ്മ തൻ്റെടികളായ പെൺകുട്ടികളെ വേണ്ട എന്നും പറഞ്ഞല്ലേ നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നന്ദുവിനെ പോലൊരു പെൺകുട്ടിയെ മോൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ഗോവിന്ദേട്ടൻ അന്നേരം ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അതൊക്കെ ഞാൻ ശരിയാക്കി എടുത്തോളാമെന്ന് നമ്മുടെ നവീൻ പറയാം. നന്ദുവിനെ നേരത്തേക്ക് അറിയാമെങ്കിലും അവളോട് ഇങ്ങനൊരു താല്പര്യം എനിക്ക് തോന്നുന്നത് ഈ അടുത്ത സമയത്താകട്ടോ എന്നൊക്കെ നവീൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. കനകയ്ക്ക് ഭയങ്കര സന്തോഷമായി. പ്രത്യേകിച്ച് നന്ദുമായിട്ട് ഒരുപാട് സഹകരിക്കുകയും ഒരുമിച്ച് യാത്രയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഇങ്ങനൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നല്ലേ എന്ന് കനക ചോദിച്ചു നവീനോട്. അപ്പോൾ അതെ അതുണ്ടായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നു.
പിന്നെ മനസ്സിലുള്ളത് പറയാനൊരു മടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുൻപാണ് നന്ദുവൻ ഈ കാര്യം അറിയിച്ചത്. അവളാകെ ഷോക്കായിപ്പോയി എന്നൊക്കെ പറയുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്ന് അവളുടെ വീട്ടുകാരെയും കാര്യം അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. പിന്നെ മോൻ്റെ വീടുമായിട്ട് ബന്ധം കൂടാനുള്ള അർഹത ഞങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്കുണ്ട് എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പോൾ അത് മോനെന്ന് കനക. ഈ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്, നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ. അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ നന്ദുവിനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തോ ഒരു മേന്മ ഞാൻ അവളിൽ കാണുന്നുണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയാൽ മതിയെന്ന് നവീൻ ഇങ്ങനെ പറയുക കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നന്ദുവായിട്ട് രണ്ടാളൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ചിങ്ങത്തിൽ തന്നെ നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താമെന്നൊക്കെ നവീൻ പറയാം. ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം നന്ദുവിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നന്ദു എന്ന് പറഞ്ഞു മോനെന്ന് ചോദിച്ചു. ഞാൻ അവളെ കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. പിന്നെ സാരമില്ല, ഞാൻ ഒന്നുകൂടി പോയി അവളെ കണ്ട് അവളുടെ പിണക്കൊന്ന് മാറ്റാം. ശരി മോനെ, ഈ ബന്ധത്തോട് നിങ്ങൾക്കൊക്കെ താല്പര്യമാണെങ്കിൽ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ആൻറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് നവീൻ പറയാട്ടോ. അതിനൊക്കെ സമയം കിടക്കല്ലേ എന്ന് പറഞ്ഞു. അതായത് കനക ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് നവീൻ അങ്ങ് പോയി. നവീൻ പോയി കഴിഞ്ഞപ്പം ഗോവിന്ദേട്ടാ ദേച്ചു എൻ്റെ ദൈവം, ഇങ്ങനെ ഒരു ആലോചന ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല, എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ നിൽക്കുക അവിടെ. ഇത് അവളുടെ ഭാഗ്യ, മഹാഭാഗ്യമാണെന്നും പറഞ്ഞ് കനക. പിന്നെ ഗോവിന്ദേട്ടാ ഒരു കാരണവശാലും നവീനെ നമ്മൾ കൈവിട്ട് കളയരുത് കേട്ടോ എന്നും പറഞ്ഞ് കനക ഇങ്ങനെ നിൽക്കുന്നു. ഗോവിന്ദേട്ടൻ അവളെ ഒന്ന് വിളിക്കുക. അവളെ വഴക്കോ പറഞ്ഞതിന് മാപ്പ് പറഞ്ഞാലും കുഴപ്പമില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയാമെന്നൊക്കെ പറഞ്ഞ് കനക ഇങ്ങനെ ഗോവിന്ദേട്ടനെ കൊണ്ട് നന്ദുവിനെ വിളിപ്പിക്കാം. അപ്പോൾ എന്താന്ന് ചോദിച്ചടുത്ത് വെപ്പുണ്ടേ കനക. അപ്പോൾ എടുക്കുന്നില്ലല്ലേ? ഇല്ല, അവൾ എടുക്കില്ല, അത്രയ്ക്ക് വിഷമത്തിലാണ് പോയത് പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഗോവിന്ദേട്ടന് ഭയങ്കര സങ്കടമായി വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ. പിന്നെ കാണിക്കുന്ന നമ്മുടെ ജലജ കേട്ടോ. ജലജ ഫോണെടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമോ, ഭയങ്കര ധൃതി കൂട്ടുമോ. അപ്പോഴത്തേക്ക് ആദർശം അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ആദർശനെ കണ്ടപ്പം ആഹാ മമ്മ അന്നാ എന്ന് ചോദിച്ചങ്ങ് ചെല്ലണു. പിന്നെ എന്തായാലും മുത്തശ്ശൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നല്ലോ മോനെ എന്ന് പറഞ്ഞ് ജലജ ഇവിടെ നിന്ന് പറയുന്നു. എല്ലാ അർത്ഥത്തിലും നിനക്ക് വിജയിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു. അതിന് ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാമെന്ന് പറഞ്ഞപ്പം ആർക്ക് വേണം അപ്പച്ചിയുടെ അഭിനന്ദനം എന്ന് ആദർശം നേരം തിരിച്ചു ചോദിച്ചു. അബിയെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയതിൽ തീരാത്ത ദേഷ്യത്തിൽ നടന്നല്ലേ അവനപ്പോൾ അപ്പച്ചിയും. അതിനുശേഷം അവൻ മാനേജറായി AN ജ്വല്ലറി മൂർത്തി ജ്വല്ലറി മറികടന്ന് പോയപ്പോൾ അങ്ങേയറ്റം സന്തോഷിച്ചത് ആരാണെന്നും എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ശരിയായ കാര്യം തന്നെയാണ് മോനെ. പക്ഷേ AN ജ്വല്ലറി നാഗേന്ദ്രൻ്റേതാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് അവൻ്റെ സ്ഥാപനം തകരണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. മൂർത്തി ജ്വല്ലറി പേരും പെരുമയും നിലനിർത്തിക്കൊണ്ട് ഇതേ രീതിയിൽ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി AN ജ്വല്ലറി തകർക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ജലജ അന്നേരം ചോദിച്ചു. അപ്പോൾ നേരെ അങ്ങ് നിവർന്ന് നോക്കി നിൽക്കുവാണ് നമ്മുടെ ആദർശം. നിൻ്റെ മുത്തച്ഛൻ ആ ജ്വല്ലറിക്ക് തീയിട്ടിട്ട് നാഗേന്ദ്രൻ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണമെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ലെന്നാണ് പറഞ്ഞതെന്ന് ആദർശം. അപ്പോൾ നീ അയാളെ കണ്ടിരുന്നോ ആ നാഗേന്ദ്രനെ എന്ന് ജലജ ചോദിക്കുക ആദർശനോട്. 1-2 തവണ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ജലജയുടെ ഉള്ളിലെ ആ ഒരു ഭയം ആദർശം ശ്രദ്ധിച്ചു. അപ്പോൾ അയാൾ എന്തെങ്കിലും നിന്നോട് സംസാരിച്ചോ? അപ്പോൾ എന്നോട് പ്രത്യേകിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അയാളോട് സംസാരിക്കരുത്, കള്ളം മാത്രം പറയുന്ന നാവാണ് അയാളുടേതെന്ന് പറഞ്ഞപ്പം അപ്പോൾ അപ്പച്ചി സത്യം മാത്രമാണോ പറയുന്നതെന്ന് ആദർശി ചോദിച്ചു. ജലചന്ദ്രൻ നോക്കുക, നിനക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ടല്ലോ മോനെ, നീ എന്തൊക്കെയാ ഉള്ളിൽ വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പച്ചിയെ സ്നേഹിക്കാൻ മാത്രം ഉള്ള മഹത്വമൊന്നും അപ്പച്ചിയുടെ സ്വഭാവത്തിനില്ല. എന്നെക്കൊണ്ടേ കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് ആദർശം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. ആദർശം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ ഇവൻ എന്തൊക്കെയോ അറിഞ്ഞിട്ടാണോ അല്ലോ വരവ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നയന റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു, എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു. ആ സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് വന്നു. ആദർശം വന്നപ്പം ആഹാ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ല പോയ കാര്യം എന്തായി ആദർശേട്ടാ? അതൊക്കെ ഞാൻ പറയാം, അതിന് മുന്നേ നീ ഹാപ്പി ആയതിൻ്റെ കാരണം പറയാൻ ആദർശ് പറഞ്ഞു. അത്രയ്ക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്ത അമ്മ ഇപ്പോൾ വിളിച്ചു പറഞ്ഞതെന്ന് ഇങ്ങനെ നയനെ പറയാട്ടോ. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പം നന്ദുവിനെ നല്ലൊരു കല്യാണാലോചന വന്നു, നല്ലൊരു പയ്യൻ്റെ ആലോചന. ആഹാ എന്നിട്ട് നന്ദു അത് സമ്മതിച്ചോ എന്ന് ചോദിച്ചു. അവളെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും കൂടി അതങ്ങ് നടത്തുമെന്ന് നയനെ പറയാട്ടോ. അങ്ങനെ നീ കോൺഫിഡൻസോടുകൂടി പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ല ആളായിരിക്കണമല്ലോ എന്ന് ആദർശ്. പയ്യനെ നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന ആളാ. അതാരാ? അത് വേറെ ആരും അല്ലെന്നേ, നമ്മുടെ വക്കീലാന്നേ, നവീൻ. അയ്യോ നവീനോ? സത്യമായിട്ടും? അതേന്നേ സത്യമായിട്ടും.
ഇന്ന് നേരിട്ട് പോയി നവീൻ അച്ഛനോടും അമ്മയോടും കാര്യം പറയായിരുന്നു എന്ന് നയന. അവനേതോ പോലീസ് ഓഫീസറിന് ഇഷ്ടമാണെന്ന് നേരത്തെ എന്നോട് പറഞ്ഞതാ, പക്ഷേ അത് നന്ദു ആയിരിക്കും, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് ആദർശ് പറഞ്ഞപ്പം, എന്നാലേ അത് നന്ദുവാ നമ്മുടെ നയന. അല്ല, അവളിത് അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. എന്തോ അറിയില്ല, എന്തായാലും നന്ദുവിന് നവീനെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല മതിപ്പൊക്കെയാണ്. നവീനെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് 100 നാവാണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവളിനി നോ പറയില്ലായിരിക്കും അല്ലേ എന്ന് ആദർശ് ചോദിച്ചപ്പോൾ അതിനുള്ള സാധ്യതയൊക്കെ കുറവാണെന്ന് പറഞ്ഞു. അവൾ ചിന്തിക്കാൻ കഴിവുള്ള പെൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രപ്പോസൽ അവളിത് വേണ്ടെന്ന് വെക്കില്ല എന്ന കാര്യം പറയാം. മറ്റൊന്നും കൊണ്ടല്ല, നമുക്കെല്ലാവർക്കും അടുത്തറിയാവുന്ന ഒരാളാണ് നവീൻ എന്ന് മാത്രമല്ല, നവീൻ ഒരു വക്കീലും നന്ദു ഒരു എസ്ഐയും ആയതുകൊണ്ട് അവരിപ്പോൾ നമ്മളെക്കാളും കൂടുതൽ പരസ്പരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ അവർ തുറന്ന് സംസാരിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നവീനെ വേണ്ടെന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് നയന ചോദിക്കുക. ഈ ബന്ധുവേ എന്തായാലും നമുക്ക് നടത്തണം. പക്ഷേ നവീൻ്റെ അമ്മയ്ക്ക് തൻ്റെടികളായ പെൺകുട്ടികളോട് അതിന് താല്പര്യമില്ലല്ലോ. നവീൻ്റെ അമ്മ ഇപ്പോൾ താല്പര്യം കാട്ടിയെന്നാണ് പറഞ്ഞതെന്ന കാര്യം നയന പറയുന്നു. എന്തായാലും ആ അമ്മയ്ക്കൊരു മരുമോൾ വേണ്ടേ, അതിന് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് നയന പറയാം. നവീൻ്റെ അച്ഛനെ ഉടനെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. ഇനി തിരിച്ചു പോകുന്നതിന് മുൻപ് മോൻ്റെ കല്യാണം കണ്ടിട്ട് പോകണമെന്നാണ് ആഗ്രഹം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ നന്ദുവിൻ്റെ കല്യാണം നടത്തുമെന്ന് ആദർശ്. അതൊക്കെ പോട്ടെ, പോയ കാര്യം പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഞാൻ നിന്നോട് പറയാം, എൻ്റെ അപ്പച്ചിയുടെ ചതിയുടെ കഥകൾ എന്ന് ആദർശ് നയനോട് പറയുമ്പോൾ നയന ഇത് കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആദർശ് എല്ലാ കാര്യങ്ങളും നമ്മുടെ നയനയോട് പറയുവാണ്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ ആദർശ് കാര്യങ്ങളെല്ലാം നയനയ്ക്ക് വ്യക്തമാക്കി കൊടുത്തു. ഈ കഥകളെല്ലാം കേട്ട് നമ്മുടെ നയന അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. അവിടെ നയന അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയിൽ നമ്മുടെ ദേവയാനി ഭയങ്കര കുക്കിങ്ങിലാണ്. അപ്പോൾ ജലജ തൊട്ടരികിൽ ഇരിപ്പുണ്ട്. ഏട്ടത്തിക്ക് ഇപ്പോൾ അടുക്കളയിൽ കയറാൻ വലിയ ഇൻട്രസ്റ്റ് ആണല്ലേ എന്നൊക്കെ ജലജ ദേവയാനിയോട് ചോദിക്കുമ്പോൾ, ആ പിന്നെ എൻ്റെ മോൾക്ക് വെച്ച് വിളമ്പുന്നതേ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതെ അതിനുവേണ്ടി ഏട്ടത്തി കാത്തിരിക്കുകയായിരുന്നല്ലേ എന്ന് ജലജ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ദേവയാനി അതൊന്നും ഇതാക്കാതെ പോയി അടുക്കളയിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് നമ്മുടെ നയന അടുക്കളയിലേക്ക് വരുന്നത്. നയന അടുക്കളയിലേക്ക് വന്നപ്പോൾ ജലജ അവിടെ ഇരുന്ന് പച്ചക്കറി എറിഞ്ഞുകൊണ്ടിരിക്കുക. നയന കുറച്ച് നേരം വന്ന് ജലജയെ നോക്കിക്കൊണ്ട് നിന്നു. അന്നേരം അമ്മേ ഇവരെ എന്തിനാണ് അടുക്കളയിൽ കയറ്റിയതെന്ന് ദേവയാനിയോട് വന്ന് നയന ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കുമോ ജലജ, ഇവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല അമ്മേ, ഇവർ ചിലപ്പോൾ ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ ചേർത്തൊന്നും വരുമെന്നും നയന പറഞ്ഞപ്പോഴത്തേക്കും ജലജ ചാടി അങ്ങ് എഴുന്നേറ്റു. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. നിങ്ങളുടെ സ്വഭാവം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നയന പറയാം. അപ്പോൾ ദേവയാനി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. അപ്പച്ചി ഒന്നും അടുക്കളയിൽ കയറ്റാൻ പറ്റത്തില്ല അമ്മയെന്ന് നയന അന്നേരം പറയണു. നമുക്ക് വിശ്വാസമില്ലാത്ത ഹോട്ടലിലൊക്കെ നമ്മളെന്താ അമ്മയെ കയറുമെന്ന് ചോദിച്ചു. ഏട്ടത്തി അപ്പോൾ നീ പോകാൻ നോക്കാൻ ദേവയാനി അന്നേരം ജലജയോട് പറഞ്ഞു. മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ടെന്നും പറഞ്ഞു. ജലജ ഇങ്ങനെ നോക്കുക, ഇതെന്താ പെട്ടെന്ന് ഈ കൊച്ചിനൊരു മാറ്റം? ആദർശേട്ടനും ഇഷ്ടമല്ല അപ്പച്ചി പാചകത്തിലൊക്കെ ഇടപെടുന്നത്. അപ്പോൾ ജലജ വന്നിട്ട്, ഏട്ടത്തിക്ക് പഴയതുപോലെ ആരോഗ്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ സഹായിക്കാമെന്ന് വെച്ചു. അതെ ഞാൻ സഹായിച്ചോളാമെന്ന് നയന. നിനക്ക് വയ്യാതിരിക്കുമല്ലേ മോളെ, എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല, അപ്പച്ചിയുടെ പാട് നോക്കി പോകാൻ നോക്കിക്കെന്ന് നയന ഇങ്ങനെ പറയുമ്പം, എന്നാ ശരി ഞാൻ പോയേക്കാവെന്നും പറഞ്ഞ് ജലജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പം എന്തു പറ്റും മോളെ, പെട്ടെന്ന് അവളോട് ഇങ്ങനെ ദേഷ്യം തോന്നാനുള്ള കാരണം എന്താ? അവർ ശരിയല്ലമ്മേ എന്ന് ജലജ ഇങ്ങനെ ജലജയെ പറ്റി പറയാം. ഞാൻ ഗസ്റ്റ് ഹൗസിലായിരുന്നപ്പോൾ എനിക്ക് ആരെയും ഭയക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ അവരുടെ മോളുടെ നിശ്ചയമൊക്കെ മുടങ്ങിയിരിക്കുകയല്ലേ, അതിൻ്റെയൊക്കെ ദേഷ്യം അവരുടെ ഉള്ളിൽ കാണുമെന്ന കാര്യം നയന പറയാം. ആ ചടങ്ങ് മുടങ്ങിയതേ എൻ്റെ അനിയത്തി കാരണമാണെന്നല്ലേ പറയുന്നത്. അതിൻ്റെ ദേഷ്യം ഇനി ചിലപ്പോൾ അവർ എന്നോട് തീർത്താലോ എന്ന് നയന ഇങ്ങനെ ദേവയാണ്ട് ചോദിക്കുക. അപ്പം മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇനി ഞാൻ അവളെ അടുക്കളയിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വേണ്ടുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പം അതൊന്നും വേണ്ട മോൾ അവിടെ എങ്ങാനും പോയിരിക്കാൻ പറഞ്ഞു. കുഴപ്പമില്ലെന്നേ, ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യേണ്ടേ അമ്മേ, ഞാൻ കൂടാവെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അവിടെ ഇരുന്ന് പച്ചക്കറി അരിയാൻ കൂടുക. എന്തോ ഒരു കാര്യം മോളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ മോള് ജലജയെ പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഓടിക്കത്തില്ലായിരുന്നല്ലോ. അബിയുടെ സ്വഭാവം മോശമായെങ്കിൽ അതിന് കാരണക്കാരി അവൻ്റെ അമ്മ തന്നെയാണെന്ന് നയന അന്നേരം പറയാം. അവർക്കൊരിക്കലും മക്കളെ നേർവഴിക്ക് നടത്താനായിട്ട് പറ്റത്തില്ല അമ്മേ എന്ന് നയന ദേവയാനിയോട് പറയണം. അങ്ങനെ അതും പറഞ്ഞ് നയന അവിടെ നിന്ന് പച്ചക്കറി അരിയുന്നു. പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെ ആട്ടോ. നന്ദു ഇങ്ങനെ വഴിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് അനി അങ്ങോട്ടേക്ക് വന്നു. അല്ല എന്തായാലും നീ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ. അത് കേട്ടപ്പം ഞാനൊരു വലിയ ധർമ്മസങ്കടത്തിലാനിയെന്ന് നന്ദു പറഞ്ഞു. നീ എന്നെ ചതിച്ചതെന്ന് പറഞ്ഞപ്പം ഞാനോ എന്തു പറ്റടി, നീ എന്ത് പറ്റാനാടാ,
നിനക്ക് എന്നെ വിശ്വാസമില്ല, അതുകൊണ്ട് നീ ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും കട്ട് ചെയ്യേണ്ടതാണെന്ന് നന്ദു ഇങ്ങനെ പറഞ്ഞപ്പം അതിന് നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ, അതിനപ്പുറത്തേക്ക് വളർന്നതല്ലേ നമ്മുടെ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ അതിനപ്പം വളർന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല എന്ന് നന്ദു പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പം അതിൻ്റെ കാരണം നിനക്ക് അറിയാമെന്നും നന്ദു അനിയോട് പറയാട്ടോ. നവീനേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് നിന്നോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു എന്ന് നന്ദു ചോദിക്കുമ്പം അയ്യോ അനി ആകെ ഇതായി. അത് പിന്നെ എന്താടാ, എന്താ നീ ഒന്നും പറയാത്തെ? നിനക്ക് പറയാൻ പറ്റുന്നില്ലേ? ഒരു വനിത എസ് ഐ നവീനേട്ടന് ഇഷ്ടമാണെന്നും അമ്മ വീട്ടിൽ കയറ്റാത്തത് കൊണ്ടാണ് ആ പെൺകുട്ടിയോട് ഇഷ്ടം പറയാത്തതെന്നും നവീനേട്ടൻ്റെ 1000 തവണ പറഞ്ഞതല്ലേന്ന് ചോദിച്ചു. നമ്മൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ അപ്പോഴും ഞാൻ കരുതിയില്ല ആ പെൺകുട്ടി ഞാനായിരിക്കും എന്നുള്ളതൊന്നും നമ്മുടെ നന്ദു അനിയോട് പറയുക. എന്നാലേ ഇന്ന് സ്റ്റേഷനിൽ വന്ന് എന്നെ കണ്ട് നേരിട്ട് പറഞ്ഞു നവീനേട്ടൻ അങ്ങേരുടെ മനസ്സിലുള്ള വനിത എസ് ഐ ഞാനാണെന്നും. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അനി ഞെട്ടി. കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി, അപ്സെറ്റായി പോയി എന്നൊക്കെ നന്ദു പറഞ്ഞപ്പം എന്നിട്ട് നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ എന്താടാ പറയേണ്ടത്? എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാ, ബെസ്റ്റ് ഫ്രണ്ടാ, എൻ്റെ ഫാമിലി ഫ്രണ്ടാ. അയാളുടെ മുഖത്ത് നോക്കി ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് നന്ദു ചോദിച്ചപ്പം അല്ല, അവൻ്റെ അമ്മ ഒരിക്കലും നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ആ തോന്നലൊക്കെ മാറ്റിക്കോളാൻ പറഞ്ഞു. അതെ, നവീനേട്ടൻ്റെ അമ്മ ഇപ്പം കീഴടങ്ങി കഴിഞ്ഞു, നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് നവീനേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു. ഞാനാണ് പെണ്ണെന്നൊന്നും അവരെ അറിയിച്ചിട്ടില്ല, എങ്കിലും വനിത എസ് ഐ ആണെങ്കിലും തൻ്റെ അടുള്ള പെണ്ണായാലും ഇനി അങ്ങേര് കല്യാണം കഴിച്ച് കണ്ടാൽ മതിയെന്ന് ആ വീട്ടുകാർക്കെന്ന് നന്ദു പറയാം. അയാളുടെ അച്ഛനുടനെ ഗൾഫിൽ നിന്ന് വരും, അപ്പം നടത്താനാണ് പ്ലാൻ എന്ന് പറഞ്ഞു. അയ്യോ, അതൊക്കെ സംഭവിച്ച ആൾക്ക് മൊത്തത്തിൽ കുഴയില്ലേ? അപ്പോൾ ഉറപ്പായിട്ട് മൊത്തത്തിൽ കുഴയും. നവീനേട്ടനെ പോലെ ഒരു പയ്യനെ വേണ്ടെന്ന് എൻ്റെ അച്ഛനും അമ്മയും പറയോ? നയനേച്ചി പറയോ? ആദർശേട്ടൻ പറയോ? അല്ല, എന്നാലും നീ അങ്ങനെ പറയത്തില്ലേ? ഓ, എനിക്കും ചില പരിമിതികളൊക്കെ ഉണ്ട് എന്ന് നമ്മുടെ നന്ദു അനിയോട് പറയുമ്പോഴത്തേക്കും അനി പേടിച്ച് പറിച്ചിരിക്കുന്ന നന്ദുവിനെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.